മണിപ്പൂരിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 2 സീറ്റുകളിൽ ഒന്ന് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഒപ്പം സിക്കിം, മേഘാലയ, മിസോറാം, അസം, ലക്ഷദ്വീപ്, നാഗാലാൻഡ് ഇവിടങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എസ് രഞ്ജിത്ത് നമുക്കൊപ്പം തയ്യാറാണ്. എസ് രഞ്ജിത്ത്, മറ്റിടങ്ങളിലുള്ള പോളിംഗ് ശതമാനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം 400-ലധികം സീറ്റ് എന്ന് ആത്മവിശ്വാസത്തോടെ NDA പറയുന്നു. അതവർക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഓരോ ഇടത്തും ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ പോലും പിടിച്ചു കയറണം. അതുകൊണ്ട് തന്നെ ഉള്ളത് നിലനിർത്തുക, കൂടുതൽ നേടുക, അതാണ് അവർ ലക്ഷ്യമിടുന്നത്. കരുത്ത് കാട്ടുക, അധികാരത്തിലെത്തുക, അതാണ് ഇന്ത്യ ബ്ലോക്കിന്റെ ലക്ഷ്യം. രഞ്ജിത്ത്, ഇപ്പോൾ നോക്കുന്ന ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനം നൽകുന്ന സൂചന എന്താണ്? എത്രത്തോളം കടുത്ത പോരാട്ടമാണ് അവിടെയൊക്കെ നടക്കുന്നത്? നിലവിൽ ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഭേദപ്പെട്ട പോളിംഗ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ പൊതുവെ മന്ദഗതിയിലായിരുന്നു പോളിംഗ് ആരംഭിച്ചത്. കാരണം ഈ ഒരു ബൂത്തുകളും സജീവമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 9 മണിക്ക് ശേഷം ഈ പോളിംഗ് ബൂത്തുകളൊക്കെ സജീവമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ക്രമേണ പോളിംഗ് ബൂത്തുകളൊക്കെ സജീവമായി വരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് ഉയരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മണിപ്പൂരിൽ ഇപ്പോൾ 15% മുകളിലാണ് ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂരിൽ 2 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ നിലവിൽ ഒരു മണ്ഡലം BJPയുടെ കൈവശമാണ്, മറ്റൊന്ന് NBFന്റെ കൈവശമാണ്. അവിടെ വലിയ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മണിപ്പൂരിൽ നടക്കുന്നത്. കാരണം തുടർച്ചയായി ഉണ്ടായ കലാപങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് മണിപ്പൂരിലേത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വിധിയെഴുത്ത് ആർക്ക് അനുകൂലമാകും എന്നത് സംബന്ധിച്ച പല തരത്തിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മെയ്തൈ വിഭാഗങ്ങൾക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള 2 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒപ്പം തന്നെ കുക്കി ഗോത്ര വിഭാഗത്തിൻ്റെ ഒരു നിലപാട് ആർക്ക് അനുകൂലമായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ മണിപ്പൂരിൻ്റെ ഈ 2 മണ്ഡലങ്ങളിലെ വിധി നിർണ്ണയിക്കുക എന്ന തരത്തിലുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. കാരണം ഈ കലാപവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കാര്യമായി ഇടപെടൽ നടത്തിയില്ല എന്ന് ചിന്തിക്കുന്ന നിഷ്പക്ഷരായ ആളുകളുടെ വോട്ടിലാണ് കോൺഗ്രസ് കണ്ണുവയ്ക്കുന്നത്. ആ രീതിയിലുള്ളൊരു പ്രചരണമാണ് അവിടെ കോൺഗ്രസ് നയിക്കുകയും ചെയ്തത്. ഇനി നമ്മൾ മേഘാലയയിലേക്ക് വന്നാൽ അവിടെയും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുന്നു. ഏകദേശം 15% അടുക്കുന്നു മേഘാലയയിലെയും പോളിംഗ്. മേഘാലയയിലും 2 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഒന്ന് കോൺഗ്രസിൻ്റെ കൈവശവും മറ്റൊന്ന് NPPയുടെ കൈവശവുമാണ് മേഘാലയയിലുള്ളത്. മിസോറാമിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു പോളിംഗ് പെടുത്തുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മിസോറാമിൽ ഒരു സീറ്റിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ MNFും അതുപോലെ തന്നെ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റും തമ്മിലാണ് പ്രധാന മത്സരം. ഒപ്പം തന്നെ കോൺഗ്രസ് ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ രംഗത്തുണ്ട്. BJPയും അവിടെ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നതിന് വേണ്ടി രംഗത്തുണ്ട്. ഇനി നമ്മൾ അസമിലേക്ക് വന്നാൽ അസമിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നത്. അസമിലും ഭേദപ്പെട്ട പോളിംഗ് എന്ന് നമുക്ക് പറയേണ്ടുന്ന ഒരു കണക്കിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് ജോർഹട്ട് മണ്ഡലത്തിലാണ്. അവിടെ BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ജോർഹട്ട്. അവിടെ 2 തവണ BJP ജയിച്ച അല്ലെങ്കിൽ BJP ടിക്കറ്റിൽ ജയിച്ച തപൻ ഗൊഗോയിയാണ് ഇത്തവണയും സ്ഥാനാർത്ഥിയായി എത്തുന്നത്. പക്ഷേ അവിടുത്തെ ഒരു മത്സരം കടുക്കാനുള്ളൊരു സാഹചര്യം കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ഗൗരവ് ഗൊഗോയ് അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി ആ മത്സരം വലിയ രീതിയിലുള്ളൊരു വാശിയേറിയ ഒരു മത്സരത്തിലേക്ക് ആ മണ്ഡലം മാറുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ഡലത്തിൽ വിജയിക്കുക എന്നത് BJPയെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നമാണ്, അഭിമാന പോരാട്ടമാണ്. അവിടെ നിലവിൽ ഈ 5 ലോക്സഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4ഇടത്തും ഇപ്പോൾ BJPയുടെ കൈവശമാണ് 4 മണ്ഡലങ്ങളും ഉള്ളത്. ഒരു മണ്ഡലം മാത്രമാണ് കോൺഗ്രസിന്റെ കൈവശമുള്ളത്. പക്ഷേ കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി. താങ്ക് യു. എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് ഇലക്ഷൻ ഡെസ്കിൽ നിന്ന്.